കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങൾ 9 വർഷം കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ദിലീപ് ഇപ്പോ കുടുങ്ങും, ദിലീപിന് ശിക്ഷ, തള്ളി 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 ദിലീപ് തെറ്റുകാരൻ, തെളിവുകൾ വന്നു, തെളിവുകൾ കിട്ടി, തെളിവുകൾ നിരത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്രകളുടെ ഒരു ആഘോഷമായിരുന്നു ഇന്നലെ മുതൽ. എന്നിട്ട് എന്തായി? അവസാനം കോടതി വിധി എന്താണ് വന്നത്? ദിലീപ് നിരപരാധി, ശിക്ഷയുമില്ല, ഒന്നുമില്ല. ഈ മാപ്രകൾക്ക് ഭയങ്കര സൂക്കേട് തന്നെ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇവറ്റകൾ ഈ കരച്ചിൽ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയൊന്നും അല്ല ദിലീപിനെതിരെ, കുറെ കൊല്ലമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രി മുതൽ ഇപ്പോൾ ഇന്ന് രാവിലെ വരെ ഈ വിധി വരുന്നവരെയും കരച്ചിലോട് കരച്ചിലായിരുന്നു. അവസാനം വിധി വന്ന ദിലീപിന് അനുകൂലമായപ്പോഴത്തേക്കും ആ കരച്ചിലും പൊട്ടിക്കരച്ചിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അവസാനം ദിലീപ് തന്നെ നല്ല രീതിക്കുള്ള മറുപടി ഇവറ്റകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഇപ്പോൾ കണ്ടല്ലോ, വീഡിയോയിൽ കണ്ട കാഴ്ച കണ്ടല്ലോ എന്താണ് എന്നുള്ളത്. ഇവറ്റകൾക്ക് കുറെ നാളുകളായിട്ട് 2 എണ്ണം കിട്ടണം, 2 പെട ദിലീപിന്റെ വശത്ത് നിന്ന് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. അത് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതെന്തായാലും ഇപ്പോൾ ദിലീപ് തന്നെ കൊടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കുറെ നാളുകളായി ദിലീപിനിട്ട് ഇങ്ങനെ ചൊറിയല്, കാരണം മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്രിമികടി ഈ ചില മാപ്പറുകൾക്ക് ഭയങ്കര രീതിയിലുള്ളതാണെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ചില വാർത്ത കൊടുപ്പുകളൊക്കെ തന്നെ. അതായത് ദിലീപിനെ കുറിച്ച് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും ദിലീപ് അങ്ങ് അതാണ്, ദിലീപ് അങ്ങ് ഇതാണ് എന്ന് പറഞ്ഞ് അങ്ങ് ദിലീപിന്റെ തലയിൽ കൊണ്ടങ്ങ് ഇടുകയാണ് എല്ലാം. ദിലീപ് തെറ്റ് ചെയ്തു, ദിലീപ് കുറ്റക്കാരനാണെന്ന് വിധി എഴുതി, കോടതിയല്ല വിധി. ഇവിടെ ഉള്ള ചില പത്രമാധ്യമങ്ങൾ അങ്ങ് വിധി എഴുതുകയാണ്, ദിലീപ് അങ്ങനത്തെ സംഭവം ചെയ്തു എന്ന് അങ്ങ് ദിലീപിന്റെ തലയിൽ കൊണ്ടുവന്ന് ഇടുകയായിരുന്നു. ഇത്രയും നാൾ ഇതിനെതിരെ ഒന്നും ദിലീപ് പ്രതികരിച്ചിട്ടില്ലായിരുന്നു. ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു അവസരം വരും, അപ്പോൾ ഞാൻ എല്ലാം തുറന്നടിക്കുമെന്നുള്ളത്. അതിന്റെ തുടക്കമാണ് ഇന്ന് മാപ്രകൾക്കിട്ട് ഇജാതി കൊട്ട് നല്ല രീതിക്ക് കൊടുത്തത്. കാരണം ദിലീപ് ഇങ്ങനെ ഒരു കൊട്ട് കൊടുക്കുമെന്ന് അല്ലെങ്കിൽ കിട്ടുമെന്ന് പോലും മാപ്രകൾ പോലും പ്രതീക്ഷ കാണത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അജാതി കൊട്ട് തന്നെ ഇന്ന് നല്ല രീതിക്ക് വെടുപ്പിന് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് മാപ്രകൾക്ക് കിട്ടിയിട്ടുണ്ട്. തലങ്ങും വിലങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു ദിലീപ് ഇപ്പോൾ പെടുമെന്ന് പറഞ്ഞുകൊണ്ട്. കിട്ടേണ്ടത് കിട്ടിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ബോധിച്ചെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാ എണ്ണത്തിനും. എന്തായാലും കൂട്ടക്കരച്ചിലുകൾ പലതരത്തിൽ പല രീതിയിൽ ഉണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും കുറ്റക്കാരനല്ല എന്നുള്ള വിധി വന്നിരിക്കുന്നു, ദിലീപ് നിരപരാധി എന്ന് തെളിഞ്ഞിരിക്കുന്നു. സോ ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ തന്നെ ദിലീപിന് നല്ല കാലം തെളിഞ്ഞിരിക്കുന്നു എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം ദിലീപിന്റെ ഒരു വിടവ് മലയാള സിനിമയിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ദിലീപിനെ പോലൊരു ആക്ടർ ആ ഒരു തരത്തിൽ തിരിച്ചു വരേണ്ടത് മലയാള സിനിമയിൽ തന്നെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അയാളെ പോലൊരു ആക്ടറെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല. ഇങ്ങനൊരു കേസ് വന്നു, ഇപ്പോൾ വിധി വന്നു. ഈ വിധി ദിലീപിന് അനുകൂലമായി. ഇനി അങ്ങോട്ട് ദിലീപ് കളം പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ തുടക്കം ഈ വരാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും ഭയം ഭക്തി ബഹുമാനം. ആ സിനിമയിലൂടെ ദിലീപിന് ഒരു കംബാക്ക് ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും വിധി അതിനുള്ള ഒരു തുടക്കവും ആ സിനിമ ദിലീപിന്റെ സിനിമയിലേക്കുള്ള ഒരു തിരിച്ചുവരവും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കിട്ടേണ്ടത് മാപ്രകൾക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ചൊറിച്ചിലോട് ചൊറിച്ചിലായിരുന്നു, അത് നല്ല രീതിയിൽ ദിലീപ് വെട്ടിപ്പിന് തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും തുടരും. കാരണം എന്ന് പറയുന്നത് ദിലീപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയുന്ന നിമിഷം ഞാനത് എല്ലാം തുറന്നടിക്കും എന്നുള്ള തരത്തിൽ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പോകെ ഉടൻ തന്നെ ഒരു പ്രസ് മീറ്റൊക്കെ പ്രതീക്ഷിക്കാം. പല ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ പുറത്ത് മാളത്തിൽ നിന്നും പുറത്ത് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ പലരെയും വെളിയിൽ കൊണ്ടുവരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമില്ല. കാരണം ദിലീപിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ദിലീപ് എന്തൊക്കെയോ രണ്ടും കൽപ്പിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പല കാര്യങ്ങളും തുറന്നടിച്ച് പറയാനായിട്ട് നിൽക്കുന്നതും. ആ ഒരു മാപ്രകൾക്കെതിരെ പോലും നല്ല രീതിയിലുള്ള കൊട്ടി കൊടുക്കുന്നത്. അതിൽ മഞ്ജു വാര്യരെ കുറിച്ച് പറയുന്നുണ്ട് ദിലീപ്. അതോടൊപ്പം തന്നെ വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. സോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ഇനി കാണാം. എന്തായാലും ദിലീപ് നിരപരാധി എന്ന് തെളിഞ്ഞിരിക്കുന്നു. സോ ഇനി അങ്ങോട്ട്
ദിലീപിന്റെ കരിയറിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.